ഹലോ ഫ്രണ്ട്സ്, അസ്ലമി വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരുപാട് ദിവസമായി നമ്മളൊരു വീഡിയോയുമായിട്ട്, പ്രത്യേകിച്ചൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കരിയറുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ട് ഞാൻ കരുതുന്നത് ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ ചുരുങ്ങിയതായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ അയക്കാനൊക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ വൈകിപ്പോയത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിലായിട്ട് ആരംഭിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നമ്മൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട, രക്ഷിതാക്കൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അസ്ലമി വ്ളോഗ്സിൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ +1 അഡ്മിഷൻ ആരംഭിക്കാനിരിക്കുകയാണ്. ഏതായാലും ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഈ സമയത്ത് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട, തുടർ പഠനവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചിന്തകളിൽ മുഴുകിയിരിക്കുന്ന ഒരു സമയമാണ്. നമുക്കറിയാം, താരതമ്യേന ഒരു മികച്ച റിസൾട്ടാണ് ഈ തവണ കേരളത്തിലുണ്ടായിട്ടുള്ളത്. ഏകദേശം 99% മുകളിൽ വിജയം ഉണ്ടായ ഒരു സമയമാണ് ഈ വർഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ അവരുടെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി ചിന്തിക്കുന്ന ഒരു സമയം. രക്ഷിതാക്കളും അതുപോലെ തന്നെ അവരുടെ മക്കളെ, അവരുടെ ഒരു ഭാവിയെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ്. നമുക്കറിയാം, നമ്മൾ പറയാറുണ്ട് സാധാരണ ഗതിയിൽ 10ാം ക്ലാസ്സാണ് ഒരു ടേണിംഗ് പോയിന്റ്, ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നത് എന്നൊക്കെ. ചിലപ്പോൾ പറയും +2 കഴിഞ്ഞിട്ട് +2 ആണ് നമ്മൾ നിർണ്ണയിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. എങ്കിൽ പോലും നമ്മുടെ 10ാം ക്ലാസ് തീർച്ചയായിട്ടും 10ാം ക്ലാസ്സിലെ നമ്മുടെ മാർക്കും 10ാം ക്ലാസ്സിലെ നമ്മുടെ ഒരു ശേഷം നമ്മൾ എടുക്കുന്ന നമ്മുടെ സ്ട്രീമുകളും ഒക്കെ, അത് നമ്മൾ DHSCയിൽ അഥവാ നമ്മുടെ +1 കോമേഴ്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ് അതിലേക്കാണെങ്കിലും, അതല്ലെങ്കിൽ പോളി എന്ന് പറയുന്ന പോളിടെക്നിക് മേഖലയിലേക്കാണെങ്കിലും, ഇനി മറ്റേത് മേഖലയിലും BHSC അങ്ങനെയുള്ള ഏത് മേഖലയിലേക്ക് ആണ് നമ്മൾ പോകുന്നതെങ്കിലും ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഒരു ടേണിംഗ് പോയിന്റിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് നിങ്ങളോട് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ മുമ്പിൽ ഒരുപാട് കൺസേണുകൾ ഉണ്ടാകും. നമ്മുടെ മുമ്പിൽ നമ്മുടെ മുന്നേ പോയി നമ്മുടെ താത്ത പഠിച്ച കോഴ്സിൻ്റെതായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ മൂത്തമ്മാൻ്റെ മകൻ പഠിക്കുന്ന കോഴ്സിൻ്റെതാണ്. അവൻ പഠിച്ചിട്ട് അവൻ ഹ്യൂമാനിറ്റീസ് എടുത്തു, എന്നിട്ട് ഒന്നും ഉണ്ടായില്ല, അവൻ ആകെ തൂറ്റിപ്പോയി എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും കേൾക്കും. അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾ പറയും, നീ നല്ല മാർക്ക് ഉണ്ടാവും, ഇനി കൊമേഴ്സ് തന്നെ എടുക്കണം, അല്ലെങ്കിൽ നീ സയൻസ് തന്നെ എടുക്കണം. ഒരു കുട്ടി എന്താ പറയുക, അത്ര പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നും ആവില്ല. ചിലപ്പം ഫിസിക്സിൽ ഒരു A+ ഉണ്ടായി, അല്ലെങ്കിൽ കൊമേഴ്സ് നമ്മുടെ കെമിസ്ട്രിയിൽ ഒരു A+ ഉണ്ടായി, അല്ലെങ്കിൽ ബയോളജിയിൽ A+ ആയി, സയൻസ് സബ്ജക്റ്റുകൾ മൊത്തം A+ ആയിപ്പോയി എന്ന് കരുതി ആ കുട്ടിയെ കൊണ്ട് സയൻസ് എടുപ്പിക്കണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയല്ല. അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളിലും A+ ആണ്, ആ കുട്ടിയെ കൊണ്ട് നമ്മൾ ഏത് കോഴ്സ് എടുപ്പിക്കും? അപ്പോൾ അതല്ല നമ്മൾ പറയുന്നത്. കോഴ്സിന്റെ മാർക്ക് ഒരു മാനദണ്ഡമാണെങ്കിൽ കൂടി മാർക്കിനപ്പുറത്തേക്ക് ആ കുട്ടിയുടെ താല്പര്യം എന്ത് എന്നുള്ളത് കണ്ടെത്തി, നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ അവനവൻ്റെ താല്പര്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ കോഴ്സിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മളിതൊക്കെ പറയാനുള്ള കാരണം, പലപ്പോഴും ഈ +1 ഒക്കെ അഡ്മിഷനൊക്കെ എടുത്ത് കൊമേഴ്സ് കിട്ടിയ കോഴ്സിന് ഏതെങ്കിലും ഒരു കോഴ്സായാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഫസ്റ്റ് ഓപ്ഷൻ കുറേ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കൊടുക്കും, അതിനുശേഷം കുറേ ഹ്യൂമാനിറ്റീസ് കൊടുക്കും, എന്നിട്ട് കുറേ സയൻസ് കൊടുക്കും. ഏതെങ്കിലും ഒരു സ്കൂളിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അതിൽ ഒരു സയൻസിലായിരിക്കും ചിലപ്പോൾ കുട്ടി കിട്ടുക, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആയിരിക്കും കുട്ടി കിട്ടുക. കുട്ടി അതിൽ ചേർന്ന് പഠിക്കും. കുട്ടിക്ക് യാതൊരു താല്പര്യമില്ല, ഹിസ്റ്ററിയിൽ യാതൊരു താല്പര്യമില്ലാത്തൊരു അടുത്തം പോയി ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ ദുരന്തം, ആഗോള ദുരന്തമായിട്ട് ആ പയ്യൻ മാറും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് സയൻസിൻ്റെ കേസിൽ. മാത്സിൽ യാതൊരു താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ഫിസിക്സിൽ യാതൊരു താല്പര്യമില്ലാത്ത ഒരുത്തൻ പോയിട്ട് നമ്മൾ അവനെക്കൊണ്ട് നമ്മൾ സയൻസ് എടുപ്പിച്ച് കഴിഞ്ഞാൽ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും ഒരുപാട് വിദ്യാർത്ഥികൾ 10ാം ക്ലാസ്സിലൊക്കെ ഫുൾ A+ വാങ്ങിയപ്പോഴൊക്കെ പല വിദ്യാർത്ഥികളും അവരുടെ ടേസ്റ്റ് അല്ലെങ്കിൽ അവരുടെ അഭിരുചി മനസ്സിലാക്കാതെ, അവരുടെ താല്പര്യം മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള നിർബന്ധങ്ങൾ കാരണം പലപ്പോഴും ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് അവസാനം +2 തീരെ മാർക്കില്ലാതെ നമ്മളെല്ലാം അവസാനിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പഠനത്തിൽ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് പലപ്പോഴും മാറിപ്പോകുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ പറയുന്നതല്ല, നമ്മൾ പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികളുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ, നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളോട് തന്നെ ചിലപ്പോൾ ചോദിക്കുമ്പോൾ, എനിക്ക് യാതൊരു താല്പര്യമില്ല മാഷേ, നമ്മൾ വെറുതെ വീട്ടുകാരെ നിർബന്ധിച്ചപ്പോൾ ഞാൻ
കൊമേഴ്സ് എടുത്തു, അല്ലെങ്കിൽ വീട്ടുകാർ ചോദിച്ചുകൊണ്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തു എന്ന് പലപ്പോഴും പറയാറുണ്ട്. അതേപോലെ തന്നെ കോളേജിലേക്ക് എത്തുമ്പോഴൊക്കെ അവസ്ഥ തന്നെയാണ്. അവരെന്ത് ചെയ്യും, അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള രക്ഷിതാക്കളുടെ നിർബന്ധം കാരണം, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എപ്പോഴാണ് അത് ചെയ്യുക, ഇത് നല്ല മാർക്കുണ്ട് അതുകൊണ്ട് അവൻ സയൻസിന് പോട്ടെ, അല്ലെങ്കിൽ ഫുൾ A+ ആണ് അവനെന്തിനും നമ്മൾ ഹ്യൂമാനിറ്റീസ് ഇടണം. താല്പര്യമില്ലാത്ത ഒരു അല്ലെങ്കിൽ ഒരു ഫുൾ A+ കിട്ടിയ ഒരു കുട്ടിയെ ഹിസ്റ്ററിക്ക് വിടാൻ പറ്റില്ല എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. അങ്ങനെയല്ലല്ലോ, ആ കുട്ടിയുടെ താല്പര്യമാണ് പ്രധാനം. ഹ്യൂമാനിറ്റീസിൽ ഒരുപാട് സാധ്യതകളുണ്ട്, അതേപോലെ സയൻസിൽ ഒരുപാട് സാധ്യതകളുണ്ട്, കൊമേഴ്സിൽ അനന്തമായ സാധ്യതകളുണ്ട്. സ്വാഭാവികമായിട്ടും ആ കോഴ്സിന് ആ കുട്ടിയുടെ താല്പര്യം മാത്രമാണ് പ്രഥമമായിട്ടും അല്ലെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ അതിൻ്റെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിൽ നമുക്ക് പുലർത്തേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. വേറെയും ചില കാര്യങ്ങളും ചില ഫാക്ടറുകളൊക്കെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കൂടി ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഭിരുചിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുവിട്ടാൽ മാത്രമേ ആ കുട്ടിയെ നമുക്ക് ആ എടുക്കുന്ന സ്ട്രീമിൽ നിന്ന് തുടർന്ന് മുന്നോട്ട് പോകാനും അതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് നല്ല രീതിയിൽ പഠിച്ചു മുന്നേറാനും സാധിക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രത്യേകമായി രക്ഷിതാക്കളോടാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയെ ഗൈഡ് ചെയ്യുന്നതും ആ കുട്ടിയുടെ പഠനത്തെ തീരുമാനിക്കുന്നതൊക്കെ ആ കുട്ടിയേക്കാൾ കുട്ടിയുടെ സ്വാധീനിക്കുന്ന രക്ഷിതാക്കളും മറ്റുമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു കുട്ടിയെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, വെറുതെ ഫോഴ്സ് ചെയ്യരുത്. ആ കുട്ടിയുടെ താല്പര്യം മനസ്സിലാക്കിയിട്ട്, ആ കുട്ടി ഹ്യൂമാനിറ്റീസ് ആണ് പറയുന്നതെങ്കിൽ ആ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ അഭിരുചി മനസ്സിലാക്കാനുള്ള ടെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇന്ന് സയന്റിഫിക്കലായിട്ട് വല്ലാതെയും ഒക്കെ കേരളത്തിലും നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആണ്. സ്വാഭാവികമായിട്ട് ആ ടെസ്റ്റ് ഇരുത്തി അതിന് നിങ്ങൾ ചെറിയൊരു എമൗണ്ട് ചിലവാക്കിയാലും ശരി, ആ ഇരുത്തി അതിൽ നിന്ന് ആ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ. ഒരു തുടർ പഠനത്തിനെ പറ്റി ആ കുട്ടിയെ നിങ്ങൾ വിടുന്ന കാര്യത്തിൽ നിങ്ങൾ പുലർത്താൻ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആപ്റ്റിറ്റ്യൂഡിനെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അഭിരുചിയെ, ആ കുട്ടിയുടെ താല്പര്യത്തെ, ആ കുട്ടിയുടെ ഇൻട്രസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഗൈഡൻസ് മാത്രമേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മുടെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അതേപോലെ ഡിഗ്രി അഡ്മിഷൻ ഇങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങളുമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തും. എല്ലാവർക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങളുടെ കുടുംബക്കാരിലേക്ക്, നിങ്ങളുടെ സഹപാഠികളിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ അവരോടൊക്കെ വീഡിയോ കാണാൻ വേണ്ടി പറയുക. അതേപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാം. എന്തായാലും എനിക്ക് കിട്ടുന്ന എൻ്റെ സമയത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാകും എന്ന് നിങ്ങൾ അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ, നല്ലൊരു പഠനം ഉണ്ടാവട്ടെ, നല്ലൊരു ഉയർന്ന പഠനതലത്തിൽ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക്